ഒരു മരിച്ചുപോയ വ്യക്തിയുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ ആദ്യ അവസാനം കുടുംബാംഗങ്ങൾ പറയുന്നത്, സഹോദര, യാത്ര പുറപ്പെട്ടുകൊള്ളൂ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നാണ്. ഈ വാഗ്ദാനത്തോടെയാണ് നാം മരിച്ചവരെ യാത്രയാക്കുന്നതും. എന്തിനാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നതിന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 25-26 വചനങ്ങൾ പറയുന്നു, നീ പ്രതിയോഗിയോട് വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. ചില്ലിക്കാശ് കൊടുത്ത് വീട്ടിൽ കഴിയുമ്പോൾ പുറത്തു വരാൻ സാധിക്കുന്ന ഒരു സ്ഥലം ശുദ്ധീകരണ സ്ഥലമാണ്. സഹോദരങ്ങളെ, 2 മക്കബായർ 12-ാം അധ്യായം 45-ാം തിരുവചനം പറയുന്നു, അതുകൊണ്ട് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി അവൻ പാപപരിഹാരവും അനുഷ്ഠിച്ചു എന്ന്. 44-ാം വചനം ഇപ്രകാരം പറയുന്നു, മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. ദൈവത്തെ അഭിമുഖമായി ദർശിക്കുന്നതിന് മുമ്പായി ഒരാത്മാവ് എല്ലാ പാപാവസ്ഥയിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ആ അവസ്ഥയാണ് കത്തോലിക്ക സഭയിൽ പറയുന്ന ശുദ്ധീകരണ സ്ഥലം. ഈ കോൺസെപ്റ്റ് കത്തോലിക്ക സഭ ഉണ്ടാക്കിയതല്ല, മെനഞ്ഞെടുത്തതല്ല. അത് വേദപുസ്തക അധിഷ്ഠിതമാണ് എന്നും നാം തിരിച്ചറിയണം. കത്തോലിക്ക സഭയിലാണ് 73 ഗ്രന്ഥങ്ങൾ പൂർണ്ണമായിട്ട് ഉള്ളത്. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് നരകം കാണിച്ചു കൊടുത്ത് അവരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങയുടെ കാരുണ്യം ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്നത്. ഓരോ കന്തമണിയുടെയും 10 നന്മ നിറഞ്ഞ മറിമെ ചൊല്ലിക്കഴിയുമ്പോൾ നമ്മൾ അവസാനം ചൊല്ലുന്നതാണല്ലോ ഈ ചെറിയ ജപം. നമ്മൾ ഫാത്തിമയിൽ ഇല്ലായിരുന്നത് കൊണ്ട് ഈ സംഭവം നടന്നില്ല എന്ന് വരുന്നില്ലല്ലോ. ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇല്ലായിരുന്നെങ്കിലും അത് സംഭവിച്ചു എന്നുള്ളത് സത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒത്തിരി ടെക്നിക്കൽ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഗാന്ധിജിയും അതിനു മുൻപ് ചരിത്ര പുരുഷന്മാരും ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നത് കൊണ്ടല്ലല്ലോ നമ്മൾ അവരെ പറ്റി വായിക്കുകയും ഗ്രഹിക്കുകയും അവരങ്ങനെ ഉണ്ടായിരുന്നു, അവർ ചെയ്ത പ്രവൃത്തികളെപ്പറ്റി നാം ഇപ്പോൾ മനസ്സിലാക്കുകയും അടുത്ത തലമുറകൾ അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെയാണല്ലോ, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ആത്മീയ വിശുദ്ധമായിട്ട് ദൈവം നമ്മളെ അറിയിക്കാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. യോഹന്നാൻ 5:16 പഠിപ്പിക്കുന്നു, മരണാർഹമല്ലാത്ത പാപം ചെയ്ത ഒരു വ്യക്തിക്ക് പ്രാർത്ഥന വളരെയേറെ ആശ്വാസം പകരും എന്ന്. മരിച്ചുപോയവരെ ദൈവത്തിൻ്റെ കണക്ക് മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വിധേയരാക്കുമ്പോൾ ദൈവം തൻ്റെ അനന്ത കരുണയാൽ അവരോട് ഔദാര്യം കാണിക്കും. കാരണം ദൈവം അനന്ത കരുണയുടെ ഉറവിടമാണ്. അതുകൊണ്ട് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിരന്തരം ദൈവ തിരുമുമ്പിൽ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനകൾ അർപ്പിക്കാം. അവർക്ക് വേണ്ടി കുർബാനകൾ ചൊല്ലാം.